ഹായ് എവരി വൺ, ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSEയിലെ 8ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്രം ട്രേഡ് ടു ടെറിട്ടറി. ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം, ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യം അല്ലെങ്കിൽ ഏരിയ. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ട്രേഡ് നടത്തി, കച്ചവടം നടത്തി, അവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഇന്ത്യയെ മൊത്തമായും കൺട്രോൾ ചെയ്ത, അവരുടെ കീഴിലാക്കിയ ആ ഈവൻസിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി കമ്പനി എസ്റ്റാബ്ലിഷസ് പവർ. കമ്പനി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എസ്റ്റാബ്ലിഷസ് പവർ, അവരവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവർ ഇന്ത്യയിലെ രാജാക്കന്മാരെയൊക്കെ കീഴടക്കി അവർ സ്വന്തമായി ഭരിക്കാൻ തുടങ്ങുന്നു. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഔറംഗസീബ് വാസ് ദ ലാസ്റ്റ് ഓഫ് ദ പവർഫുൾ മുഗൾ റൂളേഴ്സ്. മുഗൾ റൂളേഴ്സിൽ ഈ ഔറംഗസീബ് ആയിരുന്നു പവർഫുള്ളായിട്ടുള്ള ലാസ്റ്റ് മുഗൾ റൂളർ. നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ ഇതെല്ലാം പഠിച്ചു. ഹി എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ എ വെരി ലാർജ് പാർട്ട് ഓഫ് ദ ടെറിട്ടറി ദാറ്റ് ഈസ് നൗ നോൺ ആസ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ അറിയുന്ന ഈ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും ഔറംഗസീബിൻ്റെ കൺട്രോളിന് കീഴിലായിരുന്നു. ഔറംഗസീബ് ആയിരുന്നു ഭരിച്ചിരുന്നത് ഒട്ടുമിക്ക ഏരിയാസും. ആഫ്റ്റർ ഹീസ് ഡെത്ത്, ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം, ഇൻ 1707 ഔറംഗസീബിൻ്റെ ഡെത്തിന് ശേഷം മെനി മുഗൾ ഗവർണേഴ്സ്, ഒരുപാട് മുഗൾ ഗവർണർമാർ, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് സുബദാർസ് എന്നാണ്, ആൻഡ് ബിഗ് ജമീന്ദാർസ്, ജന്മികളായ വലിയ ജമീന്ദാർസ് ബിഗാൻ അസേർട്ടിങ് ദെയർ അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിങ് റീജിയണൽ കിങ്ഡംസ്. ഇപ്പോൾ ഈ ഔറംഗസീബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുഗൾ ഗവർണേഴ്സായ സുബേദാർസും ജമീന്ദാർസും ഒക്കെ എന്ത് ചെയ്തു? അവരവരുടെ ലോക്കൽ റീജിയണൽ കിങ്ഡംസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ വലിയ ഏരിയ ഈ ഔറംഗസീബിൻ്റെ കൺട്രോളിലായിരുന്നു. പക്ഷേ ഔറംഗസീബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ലീഡേഴ്സ് എല്ലാം അവരുടെ ചെറിയ ഏരിയ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ റീജിയണൽ കിങ്ഡംസ്, അവർ ലോക്കലായിട്ടുള്ള റീജിയണൽ കിങ്ഡംസ് അവരവരെ ഉണ്ടാക്കാൻ തുടങ്ങി. ആസ് പവർഫുൾ റീജിയണൽ കിങ്ഡംസ് എമേർജ്ഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ, ഡൽഹി വുഡ് നോ ലോങ്ങർ ഫങ്ഷൻ ആസ് എൻ ഇഫക്റ്റീവ് സെൻറ്റർ. അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും ഇങ്ങനെ റീജിയണൽ കിങ്ഡംസ്, ഓരോരോ റീജിയനിൽ ഓരോരോ കിങ്ഡം ഒക്കെ ആയി. അപ്പോൾ ഡൽഹി കുഡ് നോ ലോങ്ങർ ഫങ്ഷൻ ആസ് എൻ ഇഫക്റ്റീവ് സെൻറ്റർ. ഡൽഹിക്ക് ഒരു സെൻറ്ററായിട്ട്, ഈ മൊത്തം ഇന്ത്യയെ ഭരിക്കുന്ന ഒരു സെൻറ്ററായിട്ട് ഇരിക്കാൻ പറ്റാത്ത പോലെയായി. എന്താ വെച്ചാൽ ഓരോ രാജാക്കന്മാരും അവരുടേതായ രാജ്യം ഉണ്ടാക്കി, കിങ്ഡം ഉണ്ടാക്കി. ബൈ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th സെഞ്ച്വറീൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ട്, അതായത് 18th സെഞ്ച്വറി എന്ന് പറയുന്നത് 1701 മുതൽ 1800 വരെയുള്ളത് കാലഘട്ടം. അതാണ് ഒരു 18th സെഞ്ച്വറി. However, the new power was emerging in the political horizon, the British. ആ സമയം ഈ 1700 തൊട്ട് 1800, അതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് 1750 കഴിഞ്ഞിട്ടുള്ളത്, 1750 തൊട്ട് അത് കഴിഞ്ഞ് 1800 വരെയുള്ള ആ കാലഘട്ടം. സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫ് 50 years, സെക്കൻഡ് ഹാഫ് 50 years. ആ സെക്കൻഡ് ഹാഫിലാണ് ഈ ഒരു പുതിയ പവർ എമർജ് ചെയ്ത് വന്നത്, രൂപപ്പെട്ടു വന്നത്. അതാണ് ബ്രിട്ടീഷ്. ഡിഡ് യു നോ ദാറ്റ് ബ്രിട്ടീഷ് ഒറിജിനലി കെയിം ആസ് എ സ്മോൾ ട്രേഡിംഗ് കമ്പനി? നിങ്ങൾക്കറിയാമോ ഈ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഒറിജിനലായിട്ട് വന്നത് ഒരു ചെറിയൊരു കച്ചവട കമ്പനിയായിട്ടാണ്. വെർ റിലക്റ്റൻറ്റ് ടു അക്വയർ ടെറിട്ടറീസ്. അവർക്ക് ഈ ടെറിട്ടറി പിടിക്കണം, രാജ്യം പിടിക്കണം എന്ന ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഹൗ ദെൻ ഡിഡ് ദേ കം ടു ബി മാസ്റ്റേഴ്സ് ഓഫ് ദ വാസ്റ്റ് എംപയർ? അപ്പോൾ അങ്ങനെ ഇരുന്ന ആൾക്കാർ
എങ്ങനെയാണ് ഈ വലിയ എംപയറിൻ്റെ മാസ്റ്റർമാരായി മാറിയത്, അല്ലെങ്കിൽ ഭരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്, എങ്ങനെയാണ് അങ്ങനെ ആയിപ്പോയത്, അങ്ങനെ മാറിയത്. ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ സീ ഹൗ ദിസ് കെയിം അബൌട്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കച്ചവടക്കാരായി വന്ന ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കാൻ പ്രാപ്തരായത്, അതിനുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഫിഗർ 1. ബഹാദൂർ ഷാ സഫർ ആൻഡ് ഹിസ് സൺസ് ബീങ് അറസ്റ്റഡ് ബൈ ക്യാപ്റ്റൻ ഹോഡ്സൺ. ക്യാപ്റ്റൻ ഹോഡ്സൺ ബഹാദൂർ ഷാ സഫറിനെയും അവരുടെ മക്കളെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണിത്, ഈ ചിത്രം. അപ്പോൾ ആഫ്റ്റർ ഔറംഗസീബ് ദർ വാസ് നോ പവർഫുൾ മുഗൾ റൂളർ. ഔറംഗസീബ് കഴിഞ്ഞിട്ട് പവർഫുള്ളായ ഒരു മുഗൾ റൂളർ ഉണ്ടായിരുന്നില്ല, ലീഡർ ഉണ്ടായിരുന്നില്ല. ബട്ട് മുഗൾ എംപറേഴ്സ് കണ്ടിന്യൂഡ് ടു ബി സിംബോളിക്കലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്നാലും അപ്പോഴും മുഗൾ എംപറർമാർ കുറേ പേരൊക്കെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇൻഫാക്ട് വെൻ എ മാസീവ് റിബല്യൻ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ബ്രോക്ക് ഔട്ട് ഇൻ 1857 ബ്രിട്ടീഷ് റൂളിന് എഗെയിൻസ്റ്റായിട്ട് ഒരു റിബല്യൻ, ഒരു റിവോൾട്ട്, ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടു, ഒരു വിപ്ലവം പുറപ്പെട്ടു. ബ്രോക്ക് ഔട്ട് ഇൻ 1857, 1857. ബഹാദൂർ ഷാ സഫർ, ദി മുഗൾ എംപറർ അറ്റ് ദ ടൈം, ആ സമയത്ത് മുഗൾ എംപറർ ആയിരുന്ന ബഹാദൂർ ഷാ സഫർ വാസ് സീൻ ആസ് എ നാച്ചുറൽ ലീഡർ. അതായിരുന്നു നാച്ചുറലായിട്ടുള്ള ആ ലീഡർ. ഔറംഗസീബൊക്കെ മരിച്ചു, പക്ഷേ അത് കഴിഞ്ഞിട്ടും മുഗൾ ലീഡേഴ്സ് സിംബോളിക്കലി വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും അവർ ലീഡറായിരുന്നു. അപ്പോൾ ആ സമയത്തെ ലീഡറായിരുന്നു ഈ ബഹാദൂർ ഷാ സഫർ, മുഗൾ എംപയറിൻ്റെ ലീഡറായിരുന്നു. വൺസ് ദി റിവോൾട്ട് വാസ് പുട്ട് ഡൗൺ ബൈ ദ കമ്പനി, ബഹാദൂർ ഷാ സഫർ വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ദ കിങ്ഡം ആൻഡ് ഹിസ് സൺസ് വർ ഷോട്ട് ഇൻ കോൾഡ് ബ്ലഡ്. അപ്പോൾ ഈ ബഹാദൂർ ഷാ സഫറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആ സമയം മുഗൾ എംപറർ ആയിരുന്നു ഈ ബഹാദൂർ ഷാ സഫർ. ആ സമയത്താണ് ഈ റിവോൾട്ട് ഉണ്ടായത്, 1857 ഈ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായിട്ട്. അപ്പോൾ ഈ റിവോൾട്ടിനെല്ലാം അവർ സപ്രസ് ചെയ്തു, അവരെല്ലാം അടിച്ചമർത്തി. അത് കഴിഞ്ഞപ്പോൾ ഈ ബഹാദൂർ ഷാ സഫറിനെ ആ നാട് കടത്തി, അവിടെ നിന്ന് കിങ്ഡത്തിൽ നിന്ന് നാട് കടത്തി. ആൻഡ് ഹിസ് സൺസ് വർ ഷോട്ട്, മക്കളെല്ലാം കൊന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇമേജാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഈ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റിലോട്ട്, കിഴക്കിലോട്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തോട്ട്, ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട്, ദിക്കിലോട്ട് വന്നതുകൊണ്ടാണ് ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻ 1600, 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വയർഡ് എ ചാർട്ടർ ഫ്രം ദ ruler of England, Queen Elizabeth I, granting it the sole right to trade with the East. അപ്പോൾ ഈ ക്യൂൻ എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് ആയ ഇംഗ്ലണ്ടിൻ്റെ ക്യൂനായ എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് ഒരു അധികാരം വാങ്ങിക്കുകയാണ് ഈ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്തിന്? ഈസ്റ്റ് ഭാഗത്ത് പോയി, ഈസ്റ്റിലോട്ട് പോയി, കിഴക്കിലോട്ട് പോയി, കിഴക്ക് ദിക്കിലോട്ട് പോയി അവിടെ ട്രേഡിംഗ് നടത്താനായിട്ട്, അതായത് കച്ചവടം നടത്താനായിട്ട്. ദിസ് മെൻറ്റ് ദാറ്റ് നോ അതർ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻ ഇംഗ്ലണ്ട് കുഡ് കമ്പീറ്റ് വിത്ത് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ ഒരു ഓർഡറാണ് പാസ് ചെയ്യിപ്പിച്ചത് ഈ എലിസബത്ത് രാജ്ഞിയിൽ നിന്ന്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വേറെ ഒരു ട്രേഡിംഗ് ഗ്രൂപ്പും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് മത്സരിക്കാനായിട്ട് ആ കിഴക്ക് പോയി, ആ ഭാഗത്ത് പോയി കച്ചവടം ചെയ്യരുത്, അതിനുള്ള ഓർഡറായിരുന്നു അത്. വിത്ത് ദിസ് ചാർട്ടർ ദ കമ്പനി could venture across the oceans looking for new lands from which, അപ്പോൾ
ഈ ഒരു ഓർഡറും കൊണ്ട് ഇവർ ഈ കമ്പനി ഈ ആ, സമുദ്രങ്ങളെല്ലാം കടന്ന് ഈ കിഴക്ക് ദിക്കിലോട്ട് പോയി അവിടെ ഇവർക്ക് വേറെ ഒരു ഒപ്പോണൻറ്റും ഇല്ലാതെ വേറെ ആരും അവിടെ കച്ചവടം ചെയ്യില്ല, ഇവർക്ക് മാത്രം കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഓർഡർ വാങ്ങിച്ചതാണ്. ഇതൊരു രണ്ടാമത്തെ ഫിഗറാണ്. റൂട്ട്സ് ടു ഇന്ത്യ ഇൻ ദ 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയിൽ ആ ബ്രിട്ടീഷുകാരുടെ ആ സമയത്ത് അവർ വരുന്ന ഈ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന ആ സമയത്തെ റൂട്ട്സ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ. ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലോട്ടുള്ള റൂട്ട്സ് ഇവിടെയാണ് യൂറോപ്പ്, ഇവിടെയാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടനിൽ നിന്ന് ഈ വഴി ഇങ്ങനെ വന്നിട്ടാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ ബ്രിട്ടൻ ഇവിടെയാണ്. ഈ ഭാഗമാണ് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുന്നത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, മുകളിലുള്ളതാണ് നോർത്ത്, ഇവിടെ താഴെ ഉള്ളതാണ് സൗത്ത്. ഇങ്ങനെയാണ് ദിക്കുകൾ ഇതിൽ. അപ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് അവരെങ്ങോട്ടാണ് വരുന്നത്? ഇന്ത്യയിലോട്ടാണ് വരുന്നത്, ഈസ്റ്റിലോട്ടാണ് വരുന്നത്, കിഴക്കോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിളിച്ചത്, എന്ന് പേര് കൊടുത്തത്. could buy goods at a cheap price and carry them back to Europe and sell at higher prices. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സമുദ്രത്തിലൂടെ എല്ലാം കടന്നു വന്ന്, ഇതിലൂടെ എല്ലാം കടന്നു വന്ന് ഈസ്റ്റിലോട്ട് വന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്യും. ഇന്ത്യയിൽ കച്ചവടം ചെയ്യുമ്പോൾ എന്നിട്ട് അവിടുത്തെ ആൾക്കാർ നിന്ന് ഗുഡ്സ്, ചരക്കുകൾ ചീപ്പ് പ്രൈസിൽ വാങ്ങിക്കും. ആൻഡ് ക്യാരി ദം ബാക്ക് ടു യൂറോപ്പ് ടു സെൽ അറ്റ് ഹയർ പ്രൈസ്. എന്നിട്ട് അത് യൂറോപ്പിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് വലിയ വിലയ്ക്ക് അവിടെ വിൽക്കും. അതായിരുന്നു അവരുടെ പ്ലാൻ. ദി കമ്പനി ഡിഡ് നോട്ട് ഹാവ് ടു ഫിയർ കോമ്പറ്റീഷൻ ഫ്രം അതർ ഇംഗ്ലീഷ് ട്രേഡിംഗ് കമ്പനീസ്. അപ്പോൾ മറ്റുള്ള ഇംഗ്ലണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രേഡിംഗ് കമ്പനീസ് ബ്രിട്ടൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതുകൊണ്ട് വേറൊരു കമ്പനിയും ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരില്ല. മെർക്കൻറ്റൈൽ ട്രേഡിംഗ് companies in those days made profit primarily by excluding competition. ഈ കോമ്പറ്റീഷൻ ഇല്ലാതെ, അപ്പോൾ കുറേ പേര് ഗുഡ്സ് വാങ്ങിക്കാനുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടും, റേറ്റ് കൂടും. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ അധികം ഉണ്ടാവരുത്, വാങ്ങിക്കാനുള്ള ആൾക്കാർ കുറവായിരിക്കണം. അതിനാണ് അവരിങ്ങനെ ഈ ഓർഡറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. സോ ദേ കുഡ് ബൈ ചീപ്പ് ആൻഡ് സെൽ ബെറ്റർ. അപ്പോൾ ഈ ചീപ്പായിട്ട് വാങ്ങിച്ചിട്ട് വലിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. മെർക്കൻറ്റൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കിവിടെ നോക്കാം. എ ബിസിനസ് എൻ്റർപ്രൈസ് ദാറ്റ് മേക്സ് പ്രോഫിറ്റ് പ്രൈമറിലി ത്രൂ ട്രേഡ് വഴി, കച്ചവടം വഴി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, ലാഭം ഉണ്ടാക്കുന്ന കമ്പനി, ബിസിനസ് കമ്പനീനെയാണ് പറയുന്നത് മെർക്കൻറ്റൈൽ എന്ന് പറയുന്നത്. ബൈയിങ് ഗുഡ്സ് അറ്റ് ചീപ്പ് ആൻഡ് സെല്ലിങ് ദം ഫോർ ഹയർ പ്രൈസ്. അതായത് വില കുറഞ്ഞ് വാങ്ങിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വലിയ വിലയ്ക്ക് വിൽക്കുന്ന, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളെ പറയുന്നത് ഈ മെർക്കൻറ്റൈൽ ട്രേഡിംഗ് കമ്പനീസ്. ഓക്കെ, റൈറ്റ്. ദി റോയൽ ചാർട്ടർ എന്ന് പറഞ്ഞാൽ ആ ഓർഡർ, അതായത് ക്വീൻ എലിസബത്തിൻ്റെ ആ ഓർഡർ, ഹവർ കുഡ് നോട്ട് പ്രിവെൻറ്റ് അതർ യൂറോപ്യൻ പവേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഈസ്റ്റേൺ മാർക്കറ്റ്സ്. പക്ഷേ ബാക്കി യൂറോപ്പിലെ വേറെയും മറ്റു പല രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം ട്രേഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നെല്ലാം കച്ചവടക്കാർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും ആ ഒരു ഓർഡർ യൂറോപ്പിൽ നിന്ന് ഈ ഒരു ഓർഡറും കൊണ്ടുവരുന്ന, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവരുന്ന ഓർഡർ മറ്റുള്ള യൂറോപ്പിലെ കൺട്രീസ് അവർക്ക് ബാധകമല്ല. അവരിവിടെ ഓൾറെഡി വന്ന് അവർ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. By this time, the first English ships sailed down the west coast of Africa. West coast of Africa. ഇതല്ലേ ആഫ്രിക്ക, ഇതാണ് ആഫ്രിക്കേൻ്റെ വെസ്റ്റ് കോസ്റ്റ്. അതിലൂടെ കടന്നു വന്നു. എന്നിട്ട് അവർ താഴെ വന്നു. ഈ കാണുന്ന മുനമ്പുണ്ടല്ലോ ആഫ്രിക്കയുടെ, അതിനെയാണ് പറയുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അവിടെ നിന്ന് വന്ന് ഈ ഇന്ത്യൻ ഓഷനിലൂടെ വന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തിയത്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്താണ് അവർ വരുന്നത്. റൗണ്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് ക്രോസ്ഡ് ഇന്ത്യൻ ഓഷൻ ക്രോസ് ചെയ്ത് അവർ എവിടെ എത്തി? ഇന്ത്യയിലെത്തി. ക്രോസ്ഡ് ഇന്ത്യൻ ഓഷൻ, the Portuguese has already established their presence in the western coast of India.
പോർച്ചുഗീസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. പോർച്ചുഗീസ് ഓൾറെഡി ഈ വഴിയെല്ലാം കടന്ന് എവിടെ എത്തി? നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി എത്തി. അപ്പോൾ പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ തന്നെ അവിടെ നിന്ന് ആ ഒരു ഓർഡറൊക്കെ വാങ്ങിച്ച് വന്നെങ്കിലും അവരുടെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ളവർക്ക് മാത്രം മറ്റുള്ളവർ ഇവിടെ വരില്ലായിരുന്നുള്ളൂ. ബാക്കിയുള്ള അവിടെ യൂറോപ്പിലെ ബാക്കിയുള്ള കൺട്രീസിൽ നിന്നുള്ളവരൊക്കെ ഓൾറെഡി ഇവിടെ വന്നിരുന്നു. പോർച്ചുഗീസ് ഓൾറെഡി എത്തിയിരുന്നു ഇൻ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് കോസ്റ്റ്, ഈ ഭാഗം വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അവർ ഓൾറെഡി ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ആൻഡ് ഹാഡ് ദെയർ ബേസ് ഇൻ ഗോവ. ഗോവയിൽ അവരുടെ ബേസും സ്ഥാപിച്ചിരുന്നു. ഇൻഫാക്ട് ഇറ്റ് വാസ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയെ കുറിച്ച് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവാം. പോർച്ചുഗീസ് എക്സ്പ്ലോറർ, പോർച്ചുഗലിൽ നിന്ന് വന്ന എക്സ്പ്ലോറർ, ആ വാസ്കോഡ ഗാമയായിരുന്നു ഫസ്റ്റായിട്ട് ഹു ഡിസ്കവേർഡ് ദിസ് സീ റൂട്ട് ടു ഇന്ത്യ ഇൻ 1498. 1498 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വാസ്കോഡ ഗാമ ഓൾറെഡി ഇന്ത്യയിലെത്തിയിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ഓൾറെഡി വന്ന് കച്ചവടമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവർ ഗോവയിൽ ഓൾറെഡി അവരുടെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ബൈ ഏർലി 17th സെഞ്ച്വറീൻ്റെ ആദ്യം ഡച്ച് ടു വെർ എക്സ്പ്ലോറിങ് ദ പോസിബിലിറ്റീസ് ഓഫ് ട്രേഡ് ഇൻ ദ ഇന്ത്യൻ ഓഷനിൽ ഡച്ചുകാരും വന്ന് അവരും ഇങ്ങനെ ഈ കച്ചവടത്തിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. സൂൺ ദ ഫ്രഞ്ച് ട്രേഡേഴ്സ് അറൈവ്ഡ് ഓൺ ദ സീൻ. ഫ്രഞ്ച് ട്രേഡേഴ്സും വന്നു. ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഇപ്പോൾ വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷുകാർ വരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാവരും ഇന്ത്യയിൽ വന്ന് കച്ചവടങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഓൾറെഡി. ദ പ്രോബ്ലംസ് വാസ് ദാറ്റ് ഓൾ ദ കമ്പനീസ് വെർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദ സെയിം തിങ്സ്. ഈ കമ്പനികളെല്ലാം ഇവരെല്ലാവരും ഒരേ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് അവർക്ക്. ദ ഫൈൻ ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ, ഈ പട്ടിൻ്റെയും സിൽക്കിൻ്റെയും പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഹാഡ് എ ബിഗ് മാർക്കറ്റ് ഇൻ യൂറോപ്പിൽ ഈ കോട്ടണും സിൽക്കും ഒക്കെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കോട്ടണും സിൽക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പെപ്പർ, കുരുമുളക്, ക്ലോവ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു, കാടമം, ഏലക്ക, സിന്നമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ മസാലയിലേക്ക് ഇടുന്ന കറുവപ്പട്ട, വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്. ഇതെല്ലാം ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് വാങ്ങാനായിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു. കോമ്പറ്റീഷൻ എമംഗ് ദ യൂറോപ്യൻ കമ്പനീസ് ഇന്നെവിറ്റബിളി pushed up the prices at which these goods could be purchased. അപ്പോൾ ആ ഗുഡ്സ് ഇപ്പോൾ ഇവർ തമ്മിൽ കോമ്പറ്റീഷനായി, എല്ലാവർക്കും ആ ഗുഡ്സ് വേണം. അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടി, പ്രൈസസ് കൂടി. ആൻഡ് ദിസ് റെഡ്യൂസ്ഡ് ദ പ്രോഫിറ്റ്സ്. അപ്പോൾ അവർ വാങ്ങിക്കുന്ന വില കൂടിയപ്പോൾ അവരുടെ ലാഭം കുറഞ്ഞു, കച്ചവടക്കാരുടെ ലാഭം കുറച്ചു. ദാറ്റ് കുഡ് ബി ഏൺഡ്. അപ്പോൾ പ്രോഫിറ്റ്സ് ദാറ്റ് കുഡ് ബി ഏൺഡ് അത് കുറഞ്ഞു, പ്രോഫിറ്റ് കുറഞ്ഞു, ലാഭം കുറഞ്ഞു. അവർക്ക് കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ ഇവരെല്ലാവരും തമ്മിൽ കോമ്പറ്റീഷനായിരുന്നു. ദ ഓൺലി വേ ദ ട്രേഡിംഗ് കമ്പനീസ് കുഡ് ഫ്ലറിഷ് വാസ് ബൈ എലിമിനേറ്റിംഗ് ദ റൈവൽ കോമ്പറ്റേറ്റേഴ്സ്. റൈവൽ എന്ന് പറഞ്ഞാൽ അവരുടെ എതിരാളികളെ ആ സീലിൽ നിന്ന് ഒഴിവാക്കുക, അവരെ കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ അവർക്ക് അവിടെ കച്ചവടം നടത്താൻ പറ്റുകയുള്ളായിരുന്നു. The urge to secure markets therefore led to fierce battles between the trading company. ട്രേഡിംഗ് കമ്പനികൾ തമ്മിൽ, ഈ കമ്പനികൾ തമ്മിൽ, ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇവർ എല്ലാം തമ്മിൽ എന്തായി? ബാറ്റിലായി, യുദ്ധമായി, അടിപിടിയായി. ആൻഡ് ത്രൂ ദ 17th and 18th century, 17th 18th സെഞ്ച്വറിയിലും 17th സെഞ്ച്വറിയിലും 18th സെഞ്ച്വറിയിലും they regularly sank each other's ships. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഓരോരുത്തരുടെയും അന്യോന്യം മറ്റവരുടെ ഈ ഷിപ്പിനെയെല്ലാം മുക്കിക്കളയവർ. ആൻഡ് ബ്ലോക്കേഡ് റൂട്ട്സ് എല്ലാം അടച്ചു. ആൻഡ് പ്രിവെൻറ്റഡ് റൈവൽ ഷിപ്സ് ഫ്രം മൂവിങ് വിത്ത് സപ്ലൈസ്. അപ്പോൾ ഈ ഷിപ്പുകൾ ഇവിടുന്ന് ഗുഡ്സ് ഒന്നും കൊണ്ടുപോകാണ്ട് അങ്ങനെ വഴികൾ തടഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും മറ്റേ എതിരായിട്ടുള്ള കച്ചവടക്കാരുടെ കച്ചവടം പൊട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ട്രേഡ് വാസ് carried on with arms and trading posts were protected through fortification. അപ്പോൾ ഇവർ
അപ്പോൾ ആംസ് എന്ന് പറയുന്നത് വെപ്പൺസ് എല്ലാം കൊണ്ട്, തോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായി കച്ചവടം. അതുപോലെ തന്നെ ട്രേഡിംഗ് പോസ്റ്റ്, അവരെവിടെയാണ് കച്ചവടം ചെയ്യുന്നത് അതിന് ചുറ്റും കോട്ട കെട്ടി അവർ സംരക്ഷിക്കാൻ തുടങ്ങി. ദിസ് എഫേർട്ട് ടു ഫോർട്ടിഫൈ സെറ്റിൽമെൻറ്റ്സ്, ഫോർട്ടിഫൈ എന്ന് പറഞ്ഞാൽ കോട്ട കെട്ടുക, ആൻഡ് ക്യാരി ഓൺ പ്രോഫിറ്റബിൾ ട്രേഡ് ഓൾസോ ലെഡ് ടു ഇൻറ്റൻസ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ ലോക്കൽ റൂളേഴ്സ്. അപ്പോൾ ഇങ്ങനെ കോട്ട കെട്ടി അവർ കച്ചവടം ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ റൂളേഴ്സുമായിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ നവാബുമാർ ആ ലോക്കലായിട്ടുള്ള ആ ഭാഗത്തെ രാജാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ദ കമ്പനി ദെയർഫോർ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ട്രേഡ് ഫ്രം പൊളിറ്റിക്സ്. അപ്പോൾ കമ്പനിക്ക് മനസ്സിലായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായി, പൊളിറ്റിക്സും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ, രാജാവ് ഇതിന് കൂട്ടുണ്ടെങ്കിലേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കമ്പനിക്ക് മനസ്സിലായി. ആൻഡ് ലെറ്റ് us see how this happened. എങ്ങനെയാണ് അപ്പോൾ ഈ കമ്പനി വിചാരിക്കുകയാണ്, നമുക്ക് രാജാവ് കൂടെ വേണം, അല്ലെങ്കിൽ നമ്മൾ രാജാവാകണം, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കണം, എന്നാലേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ നോക്കാം നമുക്ക് ഇനി എങ്ങനെയാണ് അവർ ഈ ഭരണം അവരുടെ കൈക്കലാക്കുന്നതും എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് എന്നെല്ലാം അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.